നമസ്കാരം. വട്ടിയൂർക്കാവ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആർ ശ്രീലേഖയാണ്. അവരുടെ ആദ്യത്തെ 2 ഫോട്ടോസ് പ്രിന്റ് വന്നിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായി ഇവിടെ ഇലക്ഷൻ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ചെട്ടിവിളാകം ബൂത്ത് നമ്പർ 24ന്റെ പ്രവർത്തകർ ഇവിടെ അധ്വാന ഘടിതം തുടങ്ങി. മനോജ് ഇതാ പോകുന്നു. ബൂത്ത് പ്രസിഡന്റ് നാരായണൻജി, ഏരിയ പ്രസിഡന്റ് സുഭാഷ് ജി എന്നിവർ മാവ് കാച്ചി തുടങ്ങിയിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ശ്രീലേഖ ജയിക്കോ? ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടും? ഇതിപ്പോ റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് പറയണം. കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും? എത്ര? 7-8 സീറ്റ് ശ്രീലേഖ ജയിക്കോ? ആ, ഓക്കെ. എന്നാലും ശ്രീലേഖ ജയിക്കോ? എത്ര ഉണ്ട് ഭൂരിപക്ഷം? 5-10 5000 to 10,000 നമ്മുടെ ബൂത്ത് പ്രസിഡന്റ് നാരായണജി പറഞ്ഞിരിക്കുന്നത്. മാവ് കാച്ചൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയ പ്രസിഡന്റായ സുഭാഷ് ചേട്ടൻ, ശ്രീലേഖ ജയിക്കോ? തീർച്ചയായിട്ടും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? കാര്യമായിട്ട് പറയുമ്പോ കളിയടിക്കണ. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ചുമതലയില്ലാത്ത പുതിയൊരു ബിസിനസ് സിഇഒ ആയിട്ടുള്ള നിന്റെ കമ്പനി വേണം ഇപ്പൊ പറഞ്ഞോണം. എടാ ഭയങ്കരമായിട്ട് ഇവിടെ വാ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിഇഒ ആയ അഭിനന്ദ് ജെ. അവന് പേടി, കാരണം രാഷ്ട്രീയം പറഞ്ഞ അവന്റെ ഫാൻസും മറ്റെല്ലാരും പണി പോകുന്നു. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ? 2,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. എന്നെ എഡിറ്റ് ചെയ്ത് കളയും ഞാൻ. ഇതായിരിക്കും ഓട്ടിക്കുന്ന ഏരിയ സെക്രട്ടറി. അടുത്തായിട്ട് വന്നിട്ടുള്ളത് യുവമോർച്ച പട്ടം ജനറൽ സെക്രട്ടറിമാരിൽ ഒരായിട്ടുള്ള ഹരീഷ്ണ SP SFSന്റെ മുൻ മാനേജിംഗ് ഡയറക്ടറും ഇപ്പോഴത്തെ ഡിജിറ്റൽ മാനേജിംഗ് വൈസ് പ്രസിഡന്റുമാണ് ഹരി SP എന്ന് പറയുന്നത്. ഹരി SPയോട് ചോദിക്കാം. ഹരി SP, ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആര് ജയിക്കും? നമ്മളെന്ന് വെച്ചാൽ BJP. അതായത് ശ്രീലേഖ ജയിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? ഭൂരിപക്ഷം ഒരു 20,000. അതായത് നമ്മുടെ ബൂത്ത് സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 5,000, ഇദ്ദേഹം ഏരിയ പറഞ്ഞിരിക്കുന്നത് 10,000. എന്നാ മണ്ഡലം യുവമോർച്ച സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ്. എന്നാ വീഡിയോ എടുക്കുന്ന ആട്ടോക്കാരനായി ഞാൻ പറയുന്നത് ഏകദേശം 2,500 to 3,700 വോട്ടിന് ഭൂരിപക്ഷത്തോടു കൂടി ശ്രീലേഖ ജയിക്കുമെന്നാണ്. കൃത്യം 6,000. ആര്? ഓ, 6,135. അത്രയും വോട്ടിനാണ്, വളരെ കൃത്യമായിട്ടാണ് സിഇഒ പറഞ്ഞിട്ടുള്ളത്. ആ വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ്. അപ്പുറത്തെ പണയിൽ നമ്മുടെ ഒരു പ്രവർത്തനം കൂടെ ഉണ്ട്. അപ്പുറത്തെ പണയിൽ നിന്ന് ഇല വെട്ടിക്കൊണ്ടിരുന്ന പ്രവർത്തനം കൂടി നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. ഈ പണയിൽ എവിടെയാണ് അദ്ദേഹം ചാടിയത്? നമുക്കൊന്ന് ടോർച്ചടിച്ച് നോക്കാം. അദ്ദേഹം ഇവിടെ എങ്ങാനും ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. ഈ പണയിൽ കണ്ടെത്തിയിട്ടില്ല. ഇതിലെവിടെയോ ഈ കാട്ടിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. മനോജ് പോയടേ. മനോജ് ഇതാ, നീ ഉണ്ടാ? ആ, മനോജ് എന്ന പ്രവർത്തനം കൂടിയുണ്ട്. പുള്ളി വാഴയില മുറിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ മുന്നോടിയായിട്ട് കുറെ ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം അപ്പുറത്തെ മണയിൽ ചാടിക്കടന്നിരിക്കുന്നത്. ഇവിടെ വളരെ കലുഷിതമായ ചർച്ച നടക്കുകയാണ്. നിഷ്പക്ഷ വോട്ടും മുരളീധരന്റെ എൻട്രിയും ബിജെപിക്ക്. എന്തിന് ബിജെപിക്ക് എന്നുള്ളതെന്ന് വെച്ചാൽ ഒരു മാറ്റത്തിന്റെ അനിവാര്യതയ്ക്കാണ് വോട്ട്. മാറ്റത്തിന്റെ അനിവാര്യതയ്ക്ക് BJP വന്നേ പറ്റുമെന്ന തിരിച്ചറിവിലും നരേന്ദ്രമോദിയിലുള്ള വികസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ വോട്ട്. നമ്മുടെ പുതിയ മനോജ്, ഈ മണ്ഡലത്തെ ആരെയും BJP എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? എന്നാൽ എത്ര എണ്ണം? വെറുതെ ഒരു സംഖ്യ. 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് മനോജ് പറഞ്ഞിരിക്കുന്നത്. മനോജ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യനാണ്. നമ്മുടെ ശ്രീനാഥന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പം ഇങ്ങനെ പല മേഖലകളിൽ എനിക്ക് ഓട്ടമുണ്ട്. പല മേഖലകളിൽ പെട്ട വ്യക്തികൾ ഇത് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഗുഡ് ബൈ ഇല്ല, നാളെ വർക്കിന് നോക്കാം. ഗുഡ് ബൈ. നോ ചർച്ച. യുവമോർച്ച മിണ്ടാതിരി മാനിയായിട്ട് സംസാരിക്കൂ. ഗുഡ് ബിഹേവ്. നോ